ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സമ്പന്നനായ കച്ചവടക്കാരൻ ബുദ്ധന് നേരെ അതിയായ ശക്തിയോടെ പാഞ്ഞെടുത്തു. അയാൾ ബുദ്ധൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഉറക്കെ കടുത്ത ഭാഷയിൽ തെറി പറയാൻ തുടങ്ങി. ആ കച്ചവടക്കാരനാവട്ടെ പണത്തോടുള്ള അടങ്ങാത്ത ആവേശം മൂലം രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. ധ്യാനം ചെയ്യാനും പ്രഭാഷണം കേൾക്കാനും ബുദ്ധനോടൊപ്പം ശിഷ്യന്മാരെ കൂടാതെ ഒരുപാട് സാധാരണക്കാരായ ആളുകളും മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു. ഈ കൂട്ടത്തിൽ തൻ്റെ മക്കളും ഉണ്ടാകാറുണ്ട് എന്നറിഞ്ഞതാണ് ആ കച്ചവടക്കാരനെ ചൊടിപ്പിച്ചത്. ബുദ്ധൻ്റെ ചിന്തകളെ പുച്ഛിച്ചു നടന്നിരുന്ന ആൾക്ക് അത് സഹിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. ഒരു നിമിഷം തൻ്റെ നിയന്ത്രണം മുഴുവൻ വിട്ടുപോയ അയാൾ ബുദ്ധനു നേരെ കാർക്കിച്ചു തുപ്പി. അവിടെ ഉണ്ടായിരുന്നവർ ഞെട്ടിപ്പോയി. എങ്ങും നല്ല നിശബ്ദത. ധ്യാനത്തിലിരുന്ന ബുദ്ധൻ്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. അദ്ദേഹം ചെറുതായൊന്ന് മന്ദഹസിച്ചു. എന്നാൽ ബുദ്ധൻ്റെ ശിഷ്യന്മാർക്ക് അത് താങ്ങുവാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ താങ്കളുടെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അവർക്ക് ഒന്നും ചെയ്യാനും തോന്നിയില്ല. അങ്ങനെ എല്ലാവരും നിശബ്ദയായിരിക്കെ തന്നെ ആ കച്ചവടക്കാരൻ അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു. തിരികെ പോകുമ്പോൾ ആ കച്ചവടക്കാരൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടാൻ തുടങ്ങി. തൻ്റെ പ്രവൃത്തിയിൽ അവിടെയുള്ള ഒരാൾ പോലും പ്രതികരിച്ചില്ലല്ലോ എന്ന് മാത്രമല്ല, ബുദ്ധനാവട്ടെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ എല്ലാമുള്ള ചിന്തകൾ അയാളുടെ മനസ്സിലെ അലട്ടിക്കൊണ്ടിരുന്നു. ആ രാത്രി അയാൾക്ക് ഉറങ്ങുവാൻ കഴിയാത്ത വിധം കുറ്റബോധം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അടുത്ത പ്രഭാതത്തിൽ അയാൾ നേരെ പോയത് ബുദ്ധൻ്റെ അടുക്കിലേക്കായിരുന്നു. അവിടെ എത്തിയതും അയാൾ നേരെ ബുദ്ധൻ്റെ കാലിൽ വീണു. എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് കേട്ട ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് താങ്കളോട് ക്ഷമിക്കുവാൻ കഴിയില്ല. ബുദ്ധൻ്റെ ഈ പ്രതികരണം കേട്ട് ശിഷ്യന്മാരും ചുറ്റുമുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. ക്ഷമയുടെ പര്യായമായി അവർ കണ്ടിരുന്ന ബുദ്ധനിൽ നിന്ന് ഇങ്ങനൊരു മറുപടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ബുദ്ധൻ ആ കച്ചവടക്കാരനോടായി തുടർന്നു, താങ്കൾ എന്നോടായി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിന് താങ്കളോട് ക്ഷമിക്കണം? ഇതു കേട്ട കച്ചവടക്കാരൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നു. ദേഷ്യം കാരണം ഞാൻ അങ്ങയെ അസഭ്യം പറയുകയും നിയന്ത്രണം വിട്ട് ബാക്കി തുടരാൻ ബുദ്ധൻ അനുവദിച്ചില്ല. ബുദ്ധൻ പറഞ്ഞു തുടങ്ങി, ആ മനുഷ്യൻ ഇപ്പോൾ ഇല്ല. താങ്കൾ അസഭ്യം പറഞ്ഞു തുപ്പിയെന്ന് പറഞ്ഞ ആ മനുഷ്യനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ പറയാം താങ്കളോട് ക്ഷമിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളോ നാളെകളോ അല്ല, ഈ നിമിഷം ഇവിടെ എത്തിയിരിക്കുന്ന വ്യക്തി ശരിയായ മനുഷ്യനാണോ എന്നതാണ് പ്രധാനം. അത് കേട്ട ആ കച്ചവടക്കാരൻ്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. അയാൾ അന്ന് വരെ ജീവിച്ചിരുന്നത് ഒരു മൂഢലോകത്തായിരുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു. വെറുപ്പ് വെറുപ്പിനാൽ ശാന്തമാക്കപ്പെടില്ല, ക്ഷമയിലൂടെ അത് ശാന്തമാക്കപ്പെടും. ക്ഷമ എന്നാൽ അനീതിയോട് കണ്ണടയ്ക്കുക എന്നതല്ല, ബുദ്ധിപരമായിരിക്കുക എന്നതാണ്.